Brought to you by മലബാർ ഗോൾഡ് പോലെ മറ്റെന്തുണ്ട്? മലബാർ ഗോൾഡ്, ആത്മബന്ധത്തിന്റെ സ്വർണ്ണ സ്പർശം. ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ഇപ്പോൾ മലപ്പുറത്ത് ഇടപ്പാളിൽ. ഉദ്ഘാടനം ഓഗസ്റ്റ് 19 രാവിലെ 10 മണിക്ക്. ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളുടെ ചോർച്ചയിൽ നിന്ന് ഇന്ന് ന്യൂസ് വാച്ച് ആരംഭിക്കുന്നു. മന്ത്രി ദിവാകരന്റെ വചനപ്രഘോഷണവും മലയാള സുന്ദരിമാരുടെ ഭാഷാഘോഷവും ന്യൂസ് വാച്ച് അവതരിപ്പിക്കുന്നു. ഞെളിയമ്പറമ്പിലെ നിലവിളിയും രേരോംപുഴയിലെ വിഷമലിനീകരണവും ഉൾപ്പെടെ പ്രേക്ഷകർ ശ്രദ്ധിച്ച മറ്റു ചില വാർത്തകളും ഇന്ന് ന്യൂസ് വാച്ചിലുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ കൊണ്ട് എന്താണ് സംഭവിച്ചത്? കുട്ടികളുടെ സർഗശേഷി ഉണർന്നു, SSLC വിജയശതമാനം ഉയർന്നു എന്നിങ്ങനെ നിരവധി അവകാശവാദങ്ങൾ ഉണ്ടാകാം. എന്നാൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം 2.5 ലക്ഷത്തോളം കുറഞ്ഞുവെന്നതാണ് വസ്തുത. ഇത്രയേറെ മികവുള്ള ഈ സ്കൂളുകളെ രക്ഷിതാക്കൾ കൈവിടുന്നത് എന്തുകൊണ്ട്? മുൻ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് അതിന് ഉത്തരം. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള റീസൺ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ MA ബേബിക്ക് കഴിയുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മളുടെ സിലബസ്, നമ്മളുടെ കരിക്കുലം ഇത് സബ്സ്റ്റാൻഡേർഡ് ആണ് എന്നൊരു ഫീലിംഗ് രക്ഷിതാക്കൾക്കുണ്ട്. ഗവൺമെന്റ് അടിയന്തരമായി ചെയ്യേണ്ടത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ഒരു ഏകീകൃത സിലബസ് ആവശ്യമാണ്. അത് വേണം എന്ന് കേരള ഗവൺമെന്റ് ശഠിക്കുകയും അതിനുവേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുകയും വേണം. അതിന് കേന്ദ്രത്തിൽ നിന്നും പെട്ടെന്ന് അനുകൂലമായ ഒരു സാഹചര്യം വരുന്നില്ലെങ്കിൽ അടുത്ത വർഷം മുതലെങ്കിലും CBSE സിലബസ് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതൊന്നുമല്ല കാരണമെന്നും ജനസംഖ്യയിലുണ്ടാകുന്ന കുറവും CBSE സിലബസിനോടുള്ള അമിത താൽപര്യവുമാണ് കുട്ടികൾ കുറയാൻ കാരണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മുഹമ്മദ് ഗനീഷ് ന്യൂസ് വാച്ചിനോട് പറഞ്ഞത്. ഇത് ഓരോ വർഷവും ഈ പറയുന്ന പോലെ ഹാജർ പട്ടികയിൽ നിന്ന് ഏകദിന പരിശോധനയിലേക്ക് എത്തുമ്പോഴേക്കും കുറവ് സംഭവിക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തേത് പുസ്തകത്തിലെ കണക്കും രണ്ടാമത്തേത് ഒരു പ്രത്യേക ദിനത്തിലെ കുട്ടികളുടെ തലയെണ്ണലുമാണ്. കുട്ടികളുടെ തലയെണ്ണിയതിന്റെ ഒപ്പം തന്നെ ആ ദിവസം ആബ്സെന്റ് ആകാനിടയുള്ള 5% കുട്ടികളുടെ എണ്ണവും കൂടി എടുത്തിട്ട് മാത്രമേ അധ്യാപകരുടെ തസ്തികാ നിർണ്ണയം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കാലാകാലങ്ങളായി സംഭവിക്കുന്നതാണ്. പിന്നെ ഓരോ വർഷവും കുറവുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുടെ ആനുപാതികമായിട്ടുള്ള ജനസംഖ്യാ വർധനയിൽ ഉണ്ടായ കുറവുണ്ട്. അതുകൂടാതെ കാര്യമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പ്രത്യേകിച്ചും അതുപോലെ അന്യ രാജ്യങ്ങളിലേക്ക് സംഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ 90കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള CBSE ICSE സ്കൂളുകളും മറ്റ് അംഗീകാരമില്ലാത്ത സ്കൂളുകളിലേക്കുമുള്ള കുട്ടികളുടെ കുടിയേറ്റമുണ്ട്. സത്യത്തിൽ ഇതൊരു കാര്യമായിട്ടുള്ള ഒരു ധാരണ, ഒരു സങ്കല്പം ഗണ്യമായിട്ടുള്ള വിഭാഗത്തിനിടയിൽ പരത്തുവാൻ സാധിച്ചതിൽ ഒരു വലിയ വിജയം അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സംസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ സിലബസ് ആകട്ടെ, പാഠപുസ്തകങ്ങൾ, അധ്യാപനത്തിന്റെ രീതി എന്നിവ തികച്ചും മോശമാണെന്ന തരത്തിലുള്ള ഒരു തെറ്റായ ധാരണ പരത്തുവാൻ പറ്റിയിട്ടുണ്ട്. ഇതിനെ പൂർണ്ണമായിട്ട് പ്രതിരോധിക്കാൻ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് സാധിച്ചിട്ടില്ല എന്നത് സത്യമാണ്. കുട്ടികൾ എത്ര കുറഞ്ഞാലും അധ്യാപകർക്ക് ആശങ്ക വേണ്ട. പ്രൊട്ടക്ഷൻ എങ്ങനെയെങ്കിലും തരപ്പെടുത്താം. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ പ്രശ്നമില്ലെന്നും മുഹമ്മദ് ഗനീഷ് ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ പുത്തൻ പുസ്തകങ്ങളും അതുപോലെ മെച്ചപ്പെട്ട ക്ലാസ് മുറികളും മെച്ചപ്പെട്ട അധ്യാപനവും ചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയ്ക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും വിദ്യാഭ്യാസ രംഗത്ത് കാട്ടിക്കൂട്ടുന്നതൊന്നും ഇന്നാട്ടിലെ മാതാപിതാക്കൾക്ക് തൃപ്തികരമല്ലെന്ന് വ്യക്തം. മന്ത്രി MA ബേബി നരച്ച താടി തൊട്ട് സത്യം ചെയ്തിട്ടും വിശ്വസിക്കുന്നുമില്ല. ഈ സ്ഥിതിയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതിൽ കുറഞ്ഞൊന്നും KSUവിന് ആവശ്യമില്ല. കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 5 വർഷം കൊണ്ട് 5 ലക്ഷത്തിലധികം കുറച്ചു എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ഭരണ നേട്ടം. ഇത്രത്തോളം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കണക്കുകൾ സത്യമാണെന്നും വ്യക്തമാണെന്നും കേരളത്തിലെ പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും അദ്ദേഹത്തിനും അറിയാവുന്നതുകൊണ്ട് ആത്മാഭിമാനമുണ്ടെങ്കിൽ MA ബേബി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പദം ഒഴിയണമെന്ന് KSU ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നതല്ല. ആളൊഴിഞ്ഞ സർക്കാർ സ്കൂളുകളും ആടി ഉലയുന്ന എയ്ഡഡ് സ്കൂളുകളും ഈ സർക്കാരിന്റെ പരിഷ്കാര പണികളുടെ ദുരന്ത ഫലങ്ങളാണ്. പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയ തന്ത്രങ്ങളും
പരീക്ഷിക്കേണ്ട സ്ഥലമല്ല സ്കൂളുകൾ എന്ന് ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുമോ? സ്കൂളും പാഠ്യപദ്ധതിയുമൊക്കെ വിദഗ്ധർ കൈകാര്യം ചെയ്യട്ടെ. എല്ലാ വിഴുപ്പുകളും തള്ളാവുന്ന സ്ഥലമായി പലരും നമ്മുടെ പുഴകളെയും പാടങ്ങളെയും കാണുന്നുണ്ടോ? കണ്ണൂർ നെടുവോട് പുഴയിൽ ചിലർ ഒഴുക്കിവിട്ടത് കൊടും വിഷമുള്ള കീടനാശിനികളും രാസവളങ്ങളുമാണ്. ആയിരക്കണക്കിന് ആളുകൾ കുളിക്കുകയും കുടിവെള്ള പദ്ധതികൾക്ക് ആശ്രയിക്കുകയും ചെയ്യുന്ന പുഴയിൽ വിഷം കലക്കാൻ എങ്ങനെയാണ് ഇവർക്ക് ധൈര്യം വന്നത്? നെടുവോട് പുഴയെ കുടിവെള്ളത്തിനും മറ്റുമായി ആശ്രയിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ തികഞ്ഞ ആശങ്കയിലാണ്. പുഴയിൽ തള്ളിയ രാസമാലിന്യങ്ങൾ പുഴയിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകുമെന്ന ആശങ്കയാണ് ആരോഗ്യവകുപ്പ് അധികൃതരും പങ്കുവെക്കുന്നത്. മാരകവിഷമായ മൾട്ടിപ്ലക്സ്, ജവാൻ, കരാട്ടെ തുടങ്ങിയ കീടനാശിനികളുടെ നൂറുകണക്കിന് കുപ്പികളും പാക്കറ്റുകളുമാണ് ഇതിനകം പുഴയിൽ നിന്നും കണ്ടെടുത്തത്. ഇത്തരത്തിലുള്ള ധാരാളം പാക്കറ്റുകളും കുപ്പികളും ഇനിയും പുഴയ്ക്കകത്ത് പലയിടങ്ങളിലായി കുരുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവ പൊട്ടി വെള്ളത്തിൽ ലയിക്കാനിടയായാൽ സമീപ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനിടയുണ്ട്. ആലക്കോട് ടൗണിലെ പഴയ വളം ഡിപ്പോയിൽ ബാക്കി വന്ന കീടനാശിനികളും രാസവളങ്ങളുമാണ് പിക്കപ്പ് വാനിലാക്കി പുഴയിൽ കൊണ്ടുവന്ന് തള്ളിയതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചിലരൊക്കെ പിടിയിലായി. പുഴയിൽ വിശദമായ പരിശോധനയും നടന്നു. നിഗമനങ്ങൾ എന്താണ്? ആശങ്ക വേണ്ടെന്നാണ് വിദഗ്ധർ പറഞ്ഞതെന്ന് പുഷ്പരാജ് അറിയിക്കുന്നു. ഈ മാസം 1-ാം തീയതിയായിരുന്നു ആലക്കോട് രേരോം പുഴയിൽ വിഷമാലിന്യങ്ങൾ തള്ളപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ആലക്കോട് ടൗണിലെ പഴയ ഒരു വളം ഡിപ്പോയിൽ സൂക്ഷിച്ചിരുന്ന കീടനാശിനികളായിരുന്നു പുഴയോരത്ത് തള്ളിയതെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഇതേ തുടർന്ന് പുഴയിൽ നിന്നും രാസമാലിന്യങ്ങൾ നീക്കാനുള്ള ശ്രമമായിരുന്നു ഊർജിതമായി നടന്നത്. ഇതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാസമാലിന്യങ്ങൾ നീക്കാൻ പുഴയിലിറങ്ങിയ ചിലർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെയാണ് പ്രദേശവാസികളും പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങളും ഭീതിയിലായത്. ഈ ഭീതി മാറ്റാനുള്ള ശ്രമമായിരുന്നു പിന്നീട് ആലക്കോടും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ഉള്ളവരുടെ പ്രധാന ജോലി. അതിന്റെ ഭാഗമായി ആലക്കോട് പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പ്രധാനമായും ജനങ്ങളുടെ ഭീതി അകറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നീട് ഇതിന്റെ ഭാഗമായി പ്രതിരോധ വകുപ്പിന്റെ സഹായം തേടുകയും കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി AK ആന്റണിയുടെ നിർദ്ദേശപ്രകാരം ഒരു വിദഗ്ധ സംഘം കണ്ണൂരിലെത്തുകയും ചെയ്തു. ഗ്വാളിയോറിൽ നിന്നുള്ള പ്രതിരോധ ഗവേഷണ കേന്ദ്രത്തിന്റെ വിദഗ്ധരായ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെത്തിയ സംഘം പുഴയിലെ വെള്ളം പരിശോധിച്ച് ഇതിൽ രാസമാലിന്യങ്ങൾ കലർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ആലക്കോട് ഭാഗത്തെയും അതുപോലെ തന്നെ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങളുടെ ഭീതിക്ക് അല്പമെങ്കിലും ശമനമുണ്ടായത്. മാത്രമല്ല പ്രതിരോധ വകുപ്പിലെ ഉന്നത ഗവേഷകരോടൊപ്പം ഇവിടെ എത്തിയ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും അതുപോലെ തന്നെ നാവിയിലെ മുങ്ങൽ വിദഗ്ധരുടെയും നേതൃത്വത്തിൽ ഇവിടുത്തെ പുഴയിലെ മാലിന്യങ്ങൾ നീക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. പുഴയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങൾ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ മുങ്ങിത്തപ്പിയെടുത്ത് പുഴയോരത്ത് വെച്ച് തന്നെ പ്രതിരോധ ഗവേഷണ കേന്ദ്രം ഗ്വാളിയോറിൽ നിന്നെത്തിയ പ്രതിരോധ ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധരുടെ സഹായത്തോടെ നിർവീര്യമാക്കുകയും തുടർന്ന് ഇത് ആലുവയിൽ കൊണ്ടുപോയി സംസ്കരിക്കുകയുമായിരുന്നു. ഇപ്പോൾ പുഴയിലെ വെള്ളത്തിൽ കാര്യമായ വിഷമാലിന്യങ്ങൾ അടങ്ങിയിട്ടില്ല എന്ന് വ്യക്തമായതോടുകൂടി ഇപ്പോൾ ജനങ്ങളുടെ ആശങ്കയ്ക്ക് അല്പം ശമനം വന്നിരിക്കുകയാണ്. അത്രയും ആശ്വാസം. ആരുടെയോ സുഹൃതം. ഇത് പക്ഷേ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ടവർക്ക് കഴിയണം.